പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നാളുകളായി നേരിടുന്നത് കടുത്ത അവഗണനയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറെയായി. എന്നാൽ ഒന്നിനും ഇതുവരെയും പരിഹാരമായിട്ടില്ല. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലുള്ള കോളേജിലാണ് ഈ ദുരവസ്ഥ. ഇതാദ്യമല്ല ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ സമരത്തിന് ഇരിക്കുന്നത്. നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പലതവണയായി സമരങ്ങൾ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് ദേശീയ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ എന്നതാണ് ഇതിൽ പ്രധാനം. ഇത് നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കും. സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിലാണ് ഒരു സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യമില്ല. ആവശ്യമായ ലാബ് സൗകര്യമോ ആവശ്യത്തിന് അധ്യാപകരുടെ സേവനമോ ലഭ്യമല്ല. കോളേജ് ബസ് സൗകര്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ട് നാളുകളേറെയായി. ഇന്ന് വരും നാളെ വരുമെന്ന മറുപടികൾ കേട്ടുകേട്ട് മടുത്തു. ഇതോടെയാണ് വീണ്ടും സമരത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് കടക്കേണ്ടി വന്നത്. ഈ കനത്ത മഴയാണ്. ഞങ്ങൾ ക്ലാസ്സിനകത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈ സൗണ്ട് കാരണം ഒരു കാര്യം ഞങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈ വണ്ടിയുടെ സൗണ്ട് എത്ര ദിവസങ്ങളിൽ ഒന്നും ക്ലാസ് നടക്കാതിരുന്നിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, അതൊന്നും നടക്കുന്നില്ല. വാഹനത്തിന്റെ പ്രശ്നം പറയുമ്പോഴേ എല്ലാം ഓർഡർ ആയിട്ടുണ്ട്, വണ്ടി ഉടനെ തന്നെ വരുന്നു മാത്രമേ പറയുന്നുള്ളൂ. ഇത് പറച്ചിൽ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി, ഇതുവരെയായിട്ടും ഒന്നും കാണുന്നില്ല. ദേശീയ നഴ്സിംഗ് കൗൺസിലിന്റെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്തതാണ് കോളേജിന് അംഗീകാരം ലഭിക്കാത്തതിന്റെ കാരണം. കഴിഞ്ഞ ദിവസം നടന്ന സമരം പോലീസിന്റെ കൂടി ചർച്ചയുടെ ഭാഗമായാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. കനത്ത മഴയിലും തുടർന്ന സമരം സമവായത്തിലേക്ക് എത്താൻ അധികൃതരെ നിർബന്ധിതരാക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോഴും അതെപ്പോഴുന്നതിന് കോളേജ് പ്രിൻസിപ്പലിനും ഉത്തരമില്ല. ആവശ്യങ്ങൾ നടപ്പിലായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.